This is Grand Magical Circus. കലേഷേട്ടാ എനിക്കൊരു വാക്ക് തന്നിരുന്നു, മറന്നുപോയോ? ഞാനോ? ആ എപ്പോ? ഓഹോ, അപ്പൊ അത് മറന്നുപോയല്ലേ? കലേഷേട്ടൻ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങില് ഇവിടെ ഒരു മാജിക് പെർഫോം ചെയ്യാന്ന് പറഞ്ഞ മാജിക് ഉണ്ട്. മാജിക്കിനുള്ള സാധനങ്ങളല്ലേ നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത്. അതാണ് ഇത്. അപ്പൊ തുടങ്ങാം നമുക്ക്. അപ്പൊ മാജിക് ചെയ്യാൻ പോണോ? തുടങ്ങാൻ വരട്ടെ. ദേ ഇതൊന്ന് കഴിച്ചു നോക്കി. അയ്യോ, നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയും നാളുമായിട്ട് ഇത്ര സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതല്ല, ഞാൻ ഈ ഡിഷ് ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞേ. അപ്പൊ എന്നെയല്ലേ? അല്ല, കുഴപ്പമില്ല. ഞാൻ ഉണ്ടാക്കിയ ഈ സാധനം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെട്ടതിന് തുല്യമായിട്ട് ഞാനിത് എടുക്കുകയുള്ളൂ. എനിക്കും ഇഷ്ടപ്പെട്ടു. ആണോ? ആ ശരി ശരി. അതെ, അടുക്കളയൊക്കെ ഇഷ്ടായോ? എന്താ അടുക്കളയത്? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് അടുക്കളയിൽ മസ്റ്റായിട്ട് AC വേണം. കരിയിലും പുകയിലും കിടന്ന് കഷ്ടപ്പെടാനുള്ളതല്ല എൻ്റെ ജീവിതം. അതെ, ശമ്പളം എത്ര ഉദ്ദേശിക്കുന്നത്? അതിനകത്ത് ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. 15. 1500? 1500 അല്ല, പിന്നെ 15,000 രൂപ വേണമെന്ന് പറഞ്ഞു. 15,000 ഒന്നും ഇവിടെ ഇല്ല. ഒരു 5000 രൂപ അങ്ങോട്ട് തരും. 5000 രൂപയോ? അതെനിക്ക് എൻ്റെ ചാന്തും പൊട്ടും കൺമഷിയും ഒന്നും മേടിക്കാൻ കഴിയില്ല. ഞാനേ മേക്കപ്പിന് പോയാൽ എനിക്ക് കിട്ടും 20,000 രൂപ. പിന്നെ മേക്കപ്പ് ചെയ്യോ? പിന്നല്ലേ, ഞാൻ മേക്കപ്പ് ചെയ്യും, നന്നായിട്ട് മേക്കപ്പ് ചെയ്യും. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഇതിനെല്ലാത്തിനും ഞാൻ അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യും. അപ്പൊ ഇതൊക്കെ എന്ത് മേക്കപ്പ്? ഇതൊന്നും മേക്കപ്പ് അല്ല. എന്നെ ഒന്ന് ടച്ച് ചെയ്യോ? ഞാൻ വന്നപ്പോ ആഗ്രഹിച്ചത്. അതല്ല, എന്റെ മുഖം ഒന്ന് ടച്ച് ചെയ്ത് തരുമോ? പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ചെയ്തു തരാം. കലേഷേട്ടാ, അപ്പൊ മാജിക്കിലേക്ക് കടന്നാലോ? ഓക്കെ. എനിക്ക് മാജിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാം. മാജിക് ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് മാജിക് ഇഷ്ടമാണോ? മാജിക്കിനും മാജിക് ചെയ്യുന്ന ആളെ എനിക്ക് ഇഷ്ടമാണ്. ആണോ? പിന്നെ അപ്പൊ നമുക്ക് മാജിക് തോന്നും. ശരി. ശരിക്കും അധികം സ്റ്റേജുകളിലൊന്നും ഞാൻ ചെയ്തിട്ടില്ലാത്ത, ടെലിവിഷനിലൂടെ ആദ്യമായിട്ടാണ് ഈ മാജിക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചെയ്തു നോക്കാം. ഒരു ഒഴിഞ്ഞ പെട്ടിയാണിത്. ഈ പെട്ടി തുറന്ന് ഇതിനകത്തൊന്നുമില്ല, ഇപ്പൊ എല്ലാവർക്കും കാണാൻ സാധിക്കും. നഗ്നമായ പെട്ടിയാണ്. ഒന്നുമില്ല. ഈ പെട്ടി ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ, പെട്ടി ഇങ്ങനെ അടച്ചു കഴിഞ്ഞിട്ട് 1 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്. ഇതിലൊന്നുമില്ല. അല്ല, ഇപ്പൊ കാണിക്കാം. പെട്ടി ഇങ്ങനെ അടച്ചിട്ട് നമ്മൾ 1 2 3 എന്ന് പറഞ്ഞിട്ട് നോക്ക്. അല്ല, ഒരു സെക്കൻഡ്. ഇതിങ്ങനെ പറയുമ്പോ ഇതിനകത്ത് എന്തെങ്കിലും വരുമോ? ഇതിനകത്തൊരു സാധനം വരുമെന്നേ. എന്ത്? നോക്കിക്കോ. 1 2 3 എന്നിങ്ങനെ പറഞ്ഞിട്ട് അതെവിടെ? എന്താ? മുയൽ വരുമെന്ന്. മുയലോ? ഇതിനകത്ത് അടച്ചിട്ട് തുറക്കുമ്പോ മുയൽ വരേണ്ടതാ. ഇതിനകത്ത് മുയൽ വരേണ്ടതല്ലേ? 10 വർഷം ട്രെയിനിങ് കൊടുത്ത എന്റെ മുയലെവിടെ? നിങ്ങൾ എന്ത് വർത്താനേ പറഞ്ഞേ? ആ മുയലിനെ തല്ലി കൊന്നിട്ടല്ലേ കറി വെച്ച് നിങ്ങൾക്ക് കൊണ്ടേ തന്നപ്പോ നിങ്ങളത് കഴിച്ചിട്ട് സൂപ്പറാന്ന് പറഞ്ഞത്. 10 വർഷമായിട്ട് ട്രെയിനിങ് കൊടുത്ത മുയലാത്. ആണോ? ഇത് മുയലിന്റെ സ്പെഷ്യൽ മാജിക് അല്ലേ? എന്തായാലും ഇന്നത്തെ സ്പെഷ്യല് ഈ മുയലാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇനി കാർഡിന്റെ മാജിക് കാണിക്കാം. കാർഡിന്റെ ചീട്ടിന്റെയോ? അത് വെച്ച് കത്തിച്ചല്ലേ ഞാൻ ഈ കറി ഉണ്ടാക്കിയത്. ഗ്യാസ് എവിടെയായിരുന്നു? ഉണ്ടായിരുന്നോ?